ഇറാനിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. കനത്ത ജാഗ്രതയിലാണ് ഇറാൻ. ഒരാഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്കയുമായി ഇറാൻ സമ്മതിച്ചു. കാര്യം വേറൊന്നുമല്ല, ജൂലൈ 4 മുതൽ 9 വരെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 3 ദിവസം ഈ മൃതദേഹത്തിന്റെ പൊതു ദർശനമുണ്ടായിരിക്കും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ. ഇറാനെ ഭയപ്പെടുത്തുന്നത് അതൊന്നുമല്ല, മുൻകാല അനുഭവങ്ങൾ തന്നെയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരുടെ ശവസംസ്കാര ചടങ്ങിനിടയിലുണ്ടായ പേജർ സ്ഫോടനം ഇറാനെ തെല്ലൊന്നുമല്ല ഉലച്ചത്. ഏതായാലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ഇറാൻ കരുതുന്നു. ഒപ്പം തന്നെ കുർദുകൾ ചാവേറുകളായി മാറാം. കഴിഞ്ഞ ദിവസമാണ് 2 ഈ ഇറാനിയൻ സൈനികർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വന്നിരുന്നു. പക്ഷേ ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. കുർദ് പടയാളികളാണ് ഇറാന്റെ ഈ സൈനികരെ കൊലപ്പെടുത്തിയതെന്നൊരു വാർത്തയും അന്തർദേശീയ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ ശവസംസ്കാര ചടങ്ങിൽ ഖമേനിയുടെ പുത്രൻ മുജ്തബ ഖമേനി പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. അങ്ങനെയെങ്കിൽ സുരക്ഷ ഇനിയും കൂട്ടേണ്ടതായിട്ടുണ്ട്. ഖമേനിയുടെ ജന്മസ്ഥലമായ മഷ്ഹദിലാണ് ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനു മുൻപുള്ള 8ാമത്തെ ഈ ഖമേനിയുടെ ശവസംസ്കാരവും ഈ ഒരു മസ്ജിദിൽ തന്നെയായിരുന്നു നടന്നത്. ടെഹ്റാനിലെ മൊസല്ല എന്ന് പറയുന്ന പ്രാർത്ഥനാലയത്തിലാണ് 3 ദിവസം ഇത് പൊതുദർശനത്തിന് വെക്കുന്നത്. ഏതായാലും ലക്ഷക്കണക്കിന് പേർ ഒഴുകിയെത്തും. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ വഴിയുള്ള നിരീക്ഷണം അടക്കം വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ ഭയാശങ്കകളുമുണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ക്രമം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി അത് മാറും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.